ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലും മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നല്ലൊരു പഴുത്തൊരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒമാൻ്റെയാണ്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇന്ന മാങ്ങ എന്നല്ല, ഏത് മാങ്ങ പഴുത്തതാണെങ്കിലും നല്ല പഴുത്താണെങ്കിൽ എടുക്കുക. എൻ്റെ മാങ്ങ അത്ര കണ്ട് പഴുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ പഴുത്തത് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരുപാട് ഉടഞ്ഞു പോവില്ലേ, അതേപോലത്തെ വേണം കേട്ടോ. അത് നല്ല പഴുത്ത വേണമെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ അധികം പഴുക്കാത്തതാണ്, അതേപോലത്തെ നോക്കിയെടുക്കില്ല. കാരണം നമ്മളെ കടയിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊടുന്ന് ഒരു ദിവസം എടുക്കാൻ ലേറ്റ് ആയാൽ പെട്ടെന്ന് അത് നാശമായി പോകും. അതുകൊണ്ട് ഞാൻ അത്രയും പഴുത്ത നോക്കി എടുക്കില്ല. പക്ഷേ ഇത് കറക്റ്റാണ്, കഴിക്കുമ്പോൾ കറക്റ്റുള്ള പഴുപ്പായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കുഞ്ഞി പീസാക്കി എടുക്കണം. നമുക്ക് നല്ല പഴുത്താണെങ്കിൽ നമുക്ക് എങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ അത്രയും അങ്ങോട്ട് പഴുക്കാത്തതുകൊണ്ട് എനിക്ക് ഈ റെസിപ്പി ചെയ്യാനുള്ള പഴുപ്പായിട്ടില്ല, അത്രയും ഉടഞ്ഞ പഴുപ്പായിട്ടില്ല. അതായത് നമ്മൾ നല്ല പഴുത്ത മാങ്ങ പറയില്ലേ, അത്ര ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് കഴിക്കാനും ജ്യൂസ് അടിക്കാനൊക്കെ ഉള്ള പരുവത്തിലുള്ള പഴുപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് നല്ല പഴുത്തതാണെങ്കിൽ അതെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ പീസാക്കി കട്ട് ചെയ്യാം. നല്ല പഴുത്താണെങ്കിലും ഇത്ര ചെറുതാക്കണമെന്നില്ല, നമ്മൾ സാധാ മാങ്ങ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ചെറിയ പീസാക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ചെറിയ പീസ് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും നല്ല പഴുത്ത മാങ്ങ കിട്ടാത്തതാണെങ്കിൽ, ഇതുപോലത്തെ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതായത് നല്ല ഉടച്ചുടച്ച് എന്താ പറയുക, ഒരു ജ്യൂസ് പരുവ് പോലൊക്കെ ആവണം. അതായത് ചെറിയ പീസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അധികം പഴുക്കാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ ആക്കുക, കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഉടച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്താണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ചാൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നുള്ളു ഉപ്പാട്ട് കൊടുത്തത് കേട്ടോ. നുള്ളുപ്പ് എത്ര മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഒരു 1/4 ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര മാങ്ങ എടുക്കണോ അതിനനുസരിച്ചിട്ട് മധുരം ഉപ്പ് അത്ര അധികം ഇടണ്ട. ഉപ്പ് നമ്മൾ പായസത്തിന് ഇപ്പോൾ ഉപ്പിടില്ലേ, മധുരത്തിന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിടില്ല. അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടാവുമല്ലോ മാങ്ങ നല്ല പഴുത്തത്, നുള്ളിപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. മുളകൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്ര മാങ്ങ, ഇത് ചെറിയ മാങ്ങ കൊണ്ട് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ചെറിയ പീസ് കാണുന്നില്ലേ, അതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ രസമാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് ഉടക്കണമെന്നില്ല, നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ പോലും എല്ലായിട്ടാണ്ട് കൈ വെച്ച് ഉടക്കണമെന്നില്ല. കുറച്ച് ഇതേപോലെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ രസമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി ഈ രൂപത്തിലാക്കി കഴിച്ച് നോക്കിയേ. ഇനി പഴുത്ത മാങ്ങ കിട്ടി നിങ്ങൾ ഇങ്ങനെ തന്നെ കഴിക്കുള്ളൂ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ തന്നെ വെളിച്ചെണ്ണയുടെ മണക്ക് നല്ലൊരു മണമാണ് വരുന്നത്, നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിച്ചവരുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് അറിയാൻ പറ്റും. ഇനി പഴുത്ത മാങ്ങ കിട്ടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളൂ. അപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ എത്ര മാങ്ങ വേണമെങ്കിലും കിട്ടുന്ന സീസണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.